കാറ്റത്തെ കിളിക്കുള്ളിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സുനന്ദയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ വരികയാണ്. അപ്പോൾ സുനന്ദ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മ പെട്ടെന്ന് തന്നെ വരുന്നത്? അതെന്തോന്ന് അറിഞ്ഞുകൂടെ, ഇന്നലെയാണ് എന്നെ അറിയിച്ചത് ഇന്ന് എത്തുമെന്ന്. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അച്ഛൻ എത്തിയിരിക്കുകയാണ്. ഗംഗാധരനാണ് വിളിക്കാൻ പോകുന്നത്. അച്ഛനെ കാണുമ്പോഴത്തേക്ക് സുനന്ദ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സുനന്ദയുടെ അമ്മയാണെങ്കിൽ കരയുന്നുണ്ട്. 3 വർഷമായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ആ വിഷമം തീർക്കുകയാണെന്ന് ഗംഗാധരൻ പറയാണ്. എല്ലാ വർഷവും വരണമെന്ന് വിചാരിക്കും, പക്ഷേ ആ ഒരു വർഷം വരുമ്പം അത്രയും പൈസ എൻ്റെ മോക്ക് വേണ്ടി കൂട്ടി വെക്കാൻ പറ്റുമല്ലോ എന്ന് സുനന്ദയുടെ അച്ഛൻ പറയാണ്. പെട്ടിക്കൊക്കെ നല്ല കനം ഉണ്ടെന്ന് സുനന്ദ പറയാണ്. ഇതെല്ലാം നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ എന്നും പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ അകത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ സുനന്ദയുടെ അച്ഛൻ പറയാണ്, ഒരു ചായ വേണം എന്ന് പെട്ടുതരാമെന്നും പറഞ്ഞ് അമ്മ ചായ ഉണ്ടാക്കാനൊക്കെ പോവുകയാണ്. അപ്പം സുനന്ദ ചോദിക്കണം, അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതൊരു കാര്യമുണ്ട്. അപ്പോഴത്തേക്ക് മോള നീല പെട്ടിയും എടുത്ത് ഇന്നൊരു ജ്വല്ലറി ബോക്സ് എടുത്ത് സുനന്ദയുടെ അമ്മയുടെ കൊടുത്തിട്ട് പറയാം, ഇവളുടെ കല്യാണത്തിന് നിനക്കിടാൻ വേണ്ടിയാണ്. അപ്പം എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ അച്ഛാ എന്ന് ചോദിക്കുകയാണ് സുനന്ദ. നിനക്കുള്ളതല്ലേ ബാക്കി ഇതെല്ലാം, അച്ഛൻ എന്താ പെട്ടെന്ന് വന്നതെന്ന് സുനന്ദ വീണ്ടും ചോദിക്കണം. അത് നിൻ്റെ കല്യാണം ഉറപ്പിക്കാമെന്ന് വിചാരിച്ച്. കല്യാണോ? കൂടെ അവിടെ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ ആ കുട്ടി കല്യാണം നോക്കുന്നുണ്ട്. അപ്പം നിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഒറ്റ മോനും ഒരു മോളും ഉള്ളത്. മോളാണെങ്കിൽ UK-യിലാണ്, അവനും UK-യിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് ആ ചെറുക്കനെക്കുറിച്ച്. എന്നാൽ 2 മാസം അതിന് ലീവുണ്ട്. ഇപ്പം നിൻ്റെ കല്യാണവും പെണ്ണ് കാണലും കല്യാണവും നിശ്ചയം എല്ലാം അങ്ങ് നടത്തി കല്യാണവും നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം സുനന്ദയുടെ അമ്മ ചോദിക്കുകയാണ്, ആലോചന കേട്ടിട്ട് നല്ല ആലോചനയാണെന്ന് തോന്നുന്നു. അവർ ചോദിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കാണുമോ? അത് കുഴപ്പമില്ല, ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ ഇതിനോടൊന്നും വലിയ താല്പര്യമുള്ളവനല്ലെന്ന് സുനന്ദയുടെ അച്ഛൻ പറയാണ്. അങ്ങനെ സുനന്ദയുടെ കല്യാണം അവരെല്ലാവരും കൂടി ഉറപ്പിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ സുധീഷ് വന്നിട്ട് പറയാണ്, ഞാനാണ് ആ ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചത്. എന്തായാലും ആ ഫോട്ടോ എവിടെ ഇടാൻ പറ്റും, അച്ഛനെ കൊണ്ടായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. പിന്നെ ഞാനിപ്പോൾ പണ്ടത്തെ കൂട്ടൊന്നുമല്ല സുഭാഷ് ഏട്ടൻ, എൻ്റെ കള്ളത്തരമല്ല അവൾ പിടിച്ചോണ്ട് ഞാൻ ഇപ്പം കള്ളത്തരമൊക്കെ നിർത്തി. പിന്നെ സുഭാഷ് ഏട്ടൻ ആർക്കിടെക്റ്റാണെന്നും ഹരീഷിന് നല്ല ജോലിയാണെന്നും സുഭാഷിന് നല്ല ജോലിയാണെന്നും ഒക്കെ പറഞ്ഞത് പൊളിഞ്ഞല്ലോ. പിന്നെ രൂപേഷാണെങ്കിൽ അവളെയും കൂട്ടി ഇന്നാണെങ്കിൽ ഹരീഷിനെ വർക്ക്ഷോപ്പിൽ ചെന്ന്, അപ്പം അതും പൊളിഞ്ഞ്. പക്ഷേ അവളെൻ്റെ അടുത്തൊന്ന് ചോദിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ സുഭാഷ് പറയാണ്, നീ പറയുന്നതെല്ലാം കള്ളത്തരാണെന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ടാടാ ഇപ്പോൾ ഒന്നും ചോദിക്കാത്തത്. അതൊക്കെ പതുക്കെ കൊണ്ട് മാറി സുഭാഷ് ഏട്ടാ, എൻ്റെ ജോലി തിരിച്ചു കിട്ടി. ഞാൻ അവിടെ തന്നെ പോയി അയാളടുത്ത് സംസാരിച്ച് പഴയ ജോലി തന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ ഇനി പൈസ കിട്ടുമല്ലോ. പിന്നെ അവസാനം ഒരു നാൾ അവളെന്നെ ഇഷ്ടപ്പെടും. അങ്ങനെ ഈ പ്രണയം ശരി എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കുറേ നേരം നിന്ന് സംസാരിക്കുകയാണ്. പിറ്റേന്നായി. അപ്പോൾ സുഭാഷ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തോണ്ട് ഇപ്പോൾ പുറത്തിരുന്ന് നിധി ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുനന്ദ അങ്ങോട്ട് വന്ന് സുഭാഷിൻ്റെ മുമ്പിൽ ഭയങ്കര കരച്ചിൽ. എന്താ നീ കാര്യം പറ, അമ്മായി നിന്നെ അടിച്ചോ? അല്ല, വീട്ടിൽ എന്നെ കല്യാണം ആലോചിക്കുന്നത്, എനിക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ, വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലോട് കരച്ചിൽ. എന്നിട്ട് സുഭാഷിനെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. ഈശ്വരേ, നീയാണെങ്കിൽ കാര്യമുള്ളത് പറ, അതെ എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ സ്ഥാനത്ത് വേറൊരാളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പം നിധി വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ സുനന്ദയാണെങ്കിൽ സുഭാഷിനെ കെട്ടിപ്പിടിച്ചാണ് ഈ കരയുന്നതും പറയുന്നതും ഒക്കെ. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അമ്മ അച്ഛനും സുനന്ദയെ തിരക്കി അങ്ങോട്ട് വരികയാണ്. പക്ഷേ സുനന്ദയോ സുഭാഷോ ആരും അറിയുന്നില്ല തിരക്കി വരുന്ന കാര്യം. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ പുറത്തുനിന്നൊരു കമ്പ് ഓടിച്ചുകൊണ്ടാണ് സുനന്ദയുടെ അമ്മ വരുന്നത്. അത് വെച്ച് അവനെ നല്ലതായിട്ട് അവളെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുനന്ദയുടെ അമ്മ പറയാണ്, ചോദിക്കങ്ങോട്ട്, ഇവൻ എന്തിനാ നമ്മുടെ മോളെ കയറി കെട്ടിപ്പിടിച്ചതെന്നും ചോദ്യം, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമാണ് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അച്ഛനാണെങ്കിൽ സുഭാഷിനെ എടുത്തിട്ട് അടിക്കുകയാണ്. നീ എന്തിനാ എൻ്റെ മോളെ കയറി പിടിച്ചത്? നിനക്ക് നാണമില്ലേ? കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ ഇനി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണോ നീ ആളില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഭാഷിനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഈ അടി കാണുമ്പോഴത്തേക്ക് നമ്മുടെ നിധിക്കാണെങ്കിൽ വിഷം വരുവാണ്. നിധി വന്ന് ഇടയ്ക്ക് കയറുകയാണ്. നിധി വന്നിട്ട് പറയാണ്, ഞാൻ കണ്ടതാണ്, സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുനന്ദയാണ് ഇങ്ങോട്ട് വന്നത്, സുനന്ദയാണ് വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട്. പക്ഷേ നിധിയുടെ വാക്ക് ആരും കേൾക്കുന്നില്ല. നീ ഒരു നല്ല പെണ്ണെന്നാണ് വിചാരിച്ചത്, നീയും ഇവരെ കൂട്ടത്തിൽ വന്ന് പെട്ടതോടെ നീയും ചീത്തയായതും പറഞ്ഞ് സുനന്ദയുടെ അമ്മ നിധിയും കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ എടുത്തിട്ട് സുഭാഷിനെ അടിക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്. നിധി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സുനന്ദയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ സുനന്ദയുടെ അമ്മ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ പ്രശ്നമായി, ബഹളമായി. സുനന്ദയും പിടിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. പോയി ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി അങ്ങോട്ട് പോയെന്ന് സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം, ഞാൻ പറയുന്ന കേട്ട് ഞാൻ പറയുന്ന ആളെയും കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോണം,
അപ്പം എന്നിട്ടാണെങ്കിൽ സുനന്ദയുടെ അമ്മയും വഴക്ക് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ ചോദിക്കുമ്പോൾ നീ പറയുമല്ലോ അങ്ങോട്ട് പോകത്തില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നൊക്കെ ആണല്ലോ എന്നോട് പറയുന്നത്. എന്നിട്ടാണോ നീ ഇത് മോളെ ഇങ്ങനെയാണോ നോക്കുന്നതെന്ന് ചോദിച്ചു സുനന്ദയുടെ അമ്മയും കുറേ വഴക്ക് പറയുന്നുണ്ട്. അമ്മായി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അവളെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും, എന്നാലും അങ്ങോട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാനാ എന്നും പറഞ്ഞ് സുനന്ദയുടെ അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ ഒരച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറയുന്ന ആളെയും കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് അവിടെ നിന്നോണം എന്ന് സുനന്ദയെ വഴക്കം പറഞ്ഞിട്ട് ഒരച്ഛനങ്ങ് പോവുകയാണ്. സുനന്ദ ഭയങ്കര കരച്ചിൽ. ഈ സമയത്താണെങ്കിൽ സുധീഷ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധിയുടെ കോൾ വരുമ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം എന്താ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം നിധിയുടെ സൗണ്ട് വല്ലാതിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ലവരും വന്ന്? അതൊന്നുമല്ല. അപ്പം സുനന്ദ വന്നതും ഇവിടെ അടിയുണ്ടായതും സുഭാഷ് ഏട്ടനെടുത്തിട്ട് അടിച്ച കാര്യമൊക്കെ നിധിയാണെങ്കിൽ സുധീഷിനടുത്ത് പറയുന്നുണ്ട്. ശരി ശരി, ഇയാൾ വെച്ചോ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുക സുധീഷ് ഉടനെ തന്നെ ഹരീഷിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സുധീഷ് ഹരീഷും തമ്മിൽ അടിയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കാര്യം വരുമ്പോൾ അവരൊന്ന് തന്നെയാണ്. ഇതൊരു വീട്ടിലാണെങ്കിൽ പാവ സുഭാഷ് ജോലിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് വന്ന് നിധി ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ പോവുകയാണോ, ജോലിക്ക് പോവുകയാണോ? ആ പോവുക മോളെ, വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഹോസ്പിറ്റലിലെങ്ങാനും പോകണോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവന്മാരത്തൊന്നും പറയണ്ട എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എത്തുന്നുണ്ട്, സുധീഷും അതുപോലെ തന്നെ ഹരീഷും. നിധി പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് സുധീഷിനെ അറിയിച്ചായിരുന്നു എന്ന് പറയാണ്. അപ്പം വന്ന് അവർ രണ്ടുപേരും വന്ന് സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ നടന്നത്? അവരെപ്പോഴും വന്ന് ഓരോന്ന് കാണിച്ചിട്ട് പോലും നമ്മളൊന്നും പറയത്തില്ല, പോട്ടടാ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും കേൾക്കുന്നില്ല. ആ സുനന്ദ ഇവിടെ വന്ന് കയറിയിട്ട് എന്തിനാ സുഭാഷ് ഏട്ടനെ വഴക്ക് പറയുന്നത്? ആ പെണ്ണാണെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല അവിടെ നിൽക്കത്തില്ല, രണ്ട് വള്ളത്തിലൂടെ കാലുകുത്തിക്കുക. അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ പറഞ്ഞു. സുഭാഷിനെയും വിളിച്ചുകൊണ്ട് സുധീഷ് ഹരീഷും കൂടെ അവരെ സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചോദിച്ചിട്ട് ബാക്കി കാര്യമെന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ അച്ഛനും അമ്മയും അതേപോലെ വല്യച്ഛനും ഗംഗാധരനും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എൻ്റെ ചേട്ടനെ അടിച്ചതെന്ന് ചോദിച്ച് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, നമ്മൾ വേദം പറയാനൊന്നുമല്ല വന്നത് സുഭാഷ് ഏട്ടാ, ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പറയണം. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അച്ഛൻ, ഇവൻ എന്നെ അടിക്കുക, അത്രയും ധൈര്യം ഉണ്ടോ, നീ ആണാണെങ്കിൽ അടിക്കടേ എന്നൊക്കെ പറഞ്ഞങ്ങ് ചെന്ന്. എന്നിട്ട് സുഭാഷ് അടിച്ചില്ല. അവസാനം വീണ്ടും അങ്ങ് സുഭാഷിൻ്റെ നേരെ ചെന്നപ്പോഴത്തേക്ക് ഹരീഷും സുധീഷും കൂടെ അയാളെ എടുത്തിട്ട് അങ്ങ് ഇടിച്ചങ്ങ് പഞ്ചറാക്കി. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അമ്മ വന്ന് പിടിക്കുന്നു, ആദരമ്മ വന്ന് പിടിക്കുന്നുണ്ട്. ആകപ്പാട് ബഹളമാവുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചു ചെല്ലുന്നതും കാത്ത് നിധിയും രൂപേഷും അതുപോലെ ഭാസ്കരനും ഇരിപ്പുണ്ട്. സുഭാഷ് ചോദിക്കുകയാണ്, എന്തിനാ മോളെ പറഞ്ഞത്? ഇവന്മാർ അവിടെ ചെന്ന് അടിയുണ്ടാക്കി, അച്ഛനെ എടുത്തിട്ട് രണ്ടടിയും കൊടുത്തെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രൂപേഷാണെങ്കിൽ ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്കൊന്നും കുഴപ്പമില്ലടാ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പം ഭാസ്കരൻ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടുമ്പോൾ അന്നേരം തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലാതെ ഈ അനിയന്മാരെ വിട്ട് അടിക്കല്ലടാ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. കൂടെ ഒരു ഓട്ടോയ്ക്കകത്ത് സുനന്ദയുടെ അമ്മയും അച്ഛനും വല്യച്ഛനും ഒക്കെ വരുന്നുണ്ട്. സുനന്ദയുടെ അമ്മ എന്ന് പറയുന്നത്, ഇവനാണ് എൻ്റെ മോളെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ആളില്ലാത്ത സമയത്ത് നോക്കി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ മോളെ കയറി പിടിച്ച് മാനസികവും ശാരീരികമായിട്ട് ഇവൻ അവളെ പീഡിപ്പിക്കാൻ നോക്കി എന്നും പറഞ്ഞിട്ട് സുനന്ദയുടെ അമ്മ പറയുകയാണ്. ഇത് കേട്ടപ്പോഴേ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ചോദിച്ച എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കയറി തല്ലി ഈ 4 പേരും കൂടെ. അപ്പോൾ ഈ 4 പേർക്കെതിരെ കേസുണ്ട് എന്ന് പറയുകയാണ്. അതിനെ പൊക്കിയെടുത്ത് വീട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് ഇടിച്ച് പഞ്ചറാക്കണമെന്ന് സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് സുഭാഷ്? സുധീഷ് പറയുകയാണ്, ചേട്ടനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നിന്നോടല്ലല്ലോ ചോദിച്ചത്, സുഭാഷിനോടല്ലേ ചോദിച്ചത്. കാരണം സുഭാഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ചേട്ടനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അവസാനം 4 പേരെയും പിടിച്ചുകൊണ്ട് പോവുകൊണ്ട് പോലീസ്. സുഭാഷിനെതിരെ പീഡന കേസാണ് അവർ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരനക്കവും ഇല്ലാതെ ഭാസ്കരൻ അവിടെ ഇരിക്കുകയാണ്. ഉടനെ നിധി വന്ന് ചോദിക്കുകയാണ്, സ്വന്തം മക്കളെ കൊണ്ടുപോയിട്ട് ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ, ഒരു ഉത്തരവാദിത്തം ഇല്ലയോ എന്ന് ചോദിക്കണം. ഉടനെ ഭാസ്കരൻ സൈക്കിൾ എടുത്തിട്ട് പോവുകയാണ്. നേരെ പോകുന്നത് സുനന്ദയുടെ വീട്ടിലാണ്. അവിടെ ചെന്ന് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ് ഭാസ്കരൻ. സുനന്ദയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട്, നീ എന്നെ അടിക്കൂടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് വിട്ട് 2 അടി ഭാസ്കരൻ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ജനലിൽ കൂടെ ഇതെല്ലാം സുനന്ദ കാണുന്നുണ്ട്. മോളിനെ നല്ലോണം വളർത്താത്ത അവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇങ്ങനെ പറയാൻ നാണമില്ലയോ എന്ന് ചോദിക്കണം. അപ്പോൾ സുനന്ദയുടെ അമ്മ ചോദിക്കുകയാണ്, നിങ്ങളുടെ മോനൊരു ഒരാളുടെയും കല്യാണം നടക്കാത്തതുകൊണ്ട് എൻ്റെ മോളെ വളച്ച് ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചല്ലേ ഇത് ഇത്ര നടത്തിയത് എന്ന് സുനന്ദയുടെ അമ്മയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര വഴക്കാണ്. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ട് ഓടി വരികയാണ്. നിധി പറയാണ്, ഒന്ന് നിർത്ത് എന്ന് പറയാണ്. എന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നത്? ഭാസ്കരൻ ചോദിക്കണം, മോളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധിയുടെ സുനന്ദയുടെ അമ്മ പറയാണ്, നീ ഒരു നല്ല പെങ്കൊച്ചാണെന്നാണ് വിചാരിച്ചത്, ഇവരുടെ കൂടെ വന്നപ്പോഴേ മനസ്സിലായി നീ ഇവരെ പോലെ തന്നെയാണെന്ന് സുനന്ദയുടെ അമ്മ പറയാണ്. നിധി പറയാണ്, നിങ്ങൾക്കും അറിയാം, സുനന്ദയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, പിന്നെ എന്തിനാ കള്ളക്കേസ് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴത്തേക്ക് സുനിതയുടെ അമ്മ പറയണേ, എൻ്റെ മോളെ വളയ്ക്കാൻ നോക്കിയാൽ അവനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും, എല്ലാത്തിനും അകത്താക്കുമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ കയറി അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, നീ അല്ലേ ചോദിച്ചത് അച്ഛനായി എന്തെങ്കിലും കടമ ചെയ്യേണ്ടത്, എൻ്റെ കടമ ഇതോടെ എൻ്റെ കടമ തീർന്നു, ഇനി മക്കളായി അവരെ പാടായെന്ന് പറഞ്ഞു ഭാസ്കർ സൈക്കിൾ എടുത്തിട്ട് അപ്പോൾ പോകണം. എന്നിട്ട് സുനന്ദ ജെല്ലിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിധി വന്നിട്ട് പറയാണ്, നിനക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം സുഭാഷ് ഏട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പം സുനന്ദ പറയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഈ മുറിയിൽ അടച്ചിട്ടേക്കും, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പം നിധി പറയണം, നീ പോലീസിനോട് പറയണം സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതെങ്ങനെ നിധി, എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സുനന്ദയുടെ അമ്മ ഓടി വന്ന് അവളെ എടുത്തിട്ട് അടിച്ച് ജെല്ലും അങ്ങ് അടയ്ക്കുന്നുണ്ട്. സമയത്താണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവർ 4 പേരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറയാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്, എന്നെ മാത്രമേ വിടുന്ന പോലെ ഇവരെ 3 പേരെയും പറഞ്ഞ് വിട്ടിട്ട് സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, നിൻ്റെ മാത്രം പേരിലാണ് കേസെന്ന് ആര് പറഞ്ഞു, 4 പേരുടെയും പേരിൽ കേസുണ്ട്, ഇപ്പോൾ SI വിളിക്കുക, അന്നേരം അങ്ങോട്ട് പോകാം എന്ന് പറയാണ്. SI വിളിക്കുകയാണ്. SI വിളിക്കുമ്പോഴത്തേക്ക് 4 പേരും അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്തിനാണ് ആ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത്, നമുക്ക് നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ മുടക്കാനായിട്ടല്ലേ നീ ഈ കാര്യങ്ങൾ ഇത്രയും കാണിച്ചത്, ആളില്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ വീട്ടിലോട്ട് വിളിച്ച് ഇങ്ങനെ അപമര്യാദ പെരുമാറുന്നത് ശരിയാണോ എന്നും ചോദിച്ചുകൊണ്ട് സുഭാഷിനെ നേരെ അങ്ങ് ചെല്ലുകയാണ് SI. ഈ സമയത്ത് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും നിധിക്കറിയാം സത്യങ്ങളെല്ലാം, സുനന്ദ വന്നപ്പോൾ നിധി അവിടെ ഉണ്ടായതുകൊണ്ട് നിധിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എന്തായാലും നിധി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തും.